ഹായ്, ഞാൻ മുഹമ്മദ് ഫാഹിസ് അഷ്റഫ്. ഞാൻ മുഹമ്മദ് ഫാരിസ് അഷ്റഫ്. ഞങ്ങൾ ട്വിൻസാണ്. ഞങ്ങൾ കഴിഞ്ഞ കൊല്ലം ബ്രില്യൻറ്റിൽ റിപ്പീറ്റ് ചെയ്തതാണ്. ഞാൻ മെഡിക്കലും, ഞാൻ എഞ്ചിനീയറിംഗ് ബാച്ചിലായിരുന്നു. ഞാൻ Q40 എന്ന് പറഞ്ഞ ബാച്ചിലായിരുന്നു. ഞാൻ E38. ഇവിടെ വന്നതിന് ശേഷം നല്ല രീതിയിൽ നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റി. നല്ല സ്കോറുള്ള നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റി. എനിക്ക് നല്ല രീതിക്ക് എഞ്ചിനീയറിംഗ് ക്രാക്ക് ചെയ്യാൻ പറ്റി. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഇപ്പോൾ ഹാപ്പിയാണ്. ഞാനിവിടെ എഞ്ചിനീയറിംഗിലാണ് ജോയിൻ ചെയ്തത്. എനിക്കിപ്പോൾ സക്സസ്ഫുള്ളി കീം അത്യാവശ്യം നല്ല റാങ്കിൽ ക്രാക്ക് ചെയ്യാൻ പറ്റി. അപ്പോൾ ഇവിടെ പഠിക്കുന്നതിൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ ടീച്ചേഴ്സൊക്കെ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. പിന്നെ ക്ലാസ്സസ് ആണെങ്കിലും അടിപൊളി ക്ലാസ്സാണ്. ഓരോ ചാപ്റ്റേഴ്സിനും ഓരോ സാറന്മാർ വരുമ്പോൾ നമുക്ക് വ്യത്യസ്ത രീതിയിൽ പഠിക്കാൻ കഴിയും. പിന്നെ ഡൗട്ട് ചോദിക്കാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പോൾ തന്നെ ഇവിടെ സാറന്മാർ എപ്പോഴും അവൈലബിൾ ആണ്. ഞാൻ നിന്ന ഹോസ്റ്റൽ എന്ന് പറഞ്ഞാൽ ഒരു സൂപ്പർവൈസ്ഡ് ഹോസ്റ്റലാണ്. അവിടുത്തെ വാർഡന്മാരാണെങ്കിലും ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് നമുക്കിപ്പോൾ എന്ത് ആവശ്യം ഉണ്ടെങ്കിലും നമുക്ക് അപ്പോൾ തന്നെ സാധിച്ചു തരും. ഇപ്പോൾ ഫോണാണെങ്കിൽ അപ്പോൾ തന്നെ ഫോൺ തരും. വലിയ സ്ട്രിക്റ്റ് ഒന്നുമില്ല. പിന്നെ എങ്ങോട്ടെങ്കിലും ഇറങ്ങാനാണെങ്കിൽ പെർമിഷൻ വെച്ചാൽ ഇറക്കി വിടും. പിന്നെ ഇവിടെ ബ്രില്യൻറ്റിൻ്റെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവിടെ നല്ല മോട്ടിവേഷനാണ് സാറന്മാരൊക്കെ. ഇടയ്ക്കിടയ്ക്ക് ഇവിടെ മീറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവലുണ്ട്. അപ്പോൾ സന്തോഷാറും ബാക്കി എല്ലാ സാറന്മാരും നമ്മളെ നല്ല രീതിക്ക് മോട്ടിവേറ്റും കാര്യങ്ങളൊക്കെ ചെയ്യും. പിന്നെ ഇവിടെ ഫെസിലിറ്റീസ് എന്ന് പറയുകയാണെങ്കിൽ നമുക്കൊരു സ്റ്റുഡൻറ്റിന് വേണ്ടി എല്ലാ ഫെസിലിറ്റീസും ഇവിടെ ഉണ്ട്. അപ്ഡേറ്റഡ് ആയിട്ടുള്ള ബുക്സ് നമുക്ക് ലൈബ്രറിയിൽ നിന്ന് കിട്ടും. പിന്നെ റെഫറൻസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫുൾ ടൈം റെഫറൻസ് ഉണ്ടാവും. രാത്രിയും ഇൻക്ലൂഡിങ് രാത്രി നമുക്ക് റെഫറൻസ് ഉണ്ടാവും. പിന്നെ ബസ് സൗകര്യങ്ങളുണ്ട്. ലീവിനൊക്കെ വീട്ടിൽ പോകാനാണെങ്കിലും ഇവിടെ നിന്ന് തന്നെ ബ്രില്യൻറ്റിൽ നിന്ന് തന്നെ ഓരോ സ്ഥലത്തേക്കുള്ള ബസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ മൊത്തം കൊണ്ടും ഒരു കുട്ടിക്ക് ഒരു സ്റ്റുഡൻറ്റിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും ബ്രില്യൻറ്റി ഉണ്ട്. പിന്നെ ടീച്ചേഴ്സ് നല്ല രീതിക്ക് ഫ്രണ്ട്ലിയാണ്. ഞാൻ ഇവിടുത്തെ Q40 ബാച്ചിലാണ് പഠിച്ചത്. എൻ്റെ ക്ലാസ് ടീച്ചർ ശ്രുതി മിസ് ഇവിടെ നല്ല മോട്ടിവേഷനും ഒക്കെ ആയിരുന്നു. പിന്നെ ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ അടിപൊളിയാണ്. പഠിക്കാൻ പറ്റിയൊരു അറ്റ്മോസ്ഫിയറാണ് ബ്രില്യൻറ്റിലുള്ളത്. ഫുഡാണെങ്കിലും ഹൈജീനിക്കാണ്. ഫുഡ് പോയ്സണിങ് അങ്ങനത്തെ ഇഷ്യൂസൊന്നും ഇവിടെ വരുന്നില്ല. മോട്ടിവേഷൻ, പഠിത്തത്തിന് പഠിത്തം, എൻജോയ്മെൻറ്റ് എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ബ്രില്യൻറ്റ് റിപ്പീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ്. എനിക്കതൊരു എക്സ്പീരിയൻസ് ആണ്. അതിനെ ആ ഒരു എക്സ്പീരിയൻസ് ഈ ഒരു നല്ല മാർക്കിലേക്ക് എത്തിക്കുകയും ചെയ്തു. നല്ല രീതിയിൽ എനിക്ക് നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റി. ഇപ്പോൾ പുതിയ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ എഞ്ചിനീയറിംഗിൽ ഇപ്പോൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മെയിനായിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യണം. ഇപ്പോൾ കുറേ സ്റ്റുഡൻസ് അത് ചെയ്യാത്തൊരു കാര്യമാണ്. തിയറി മാത്രം പഠിച്ചിട്ട് പോകും. പക്ഷെ അങ്ങനെയല്ല ചെയ്യേണ്ടത്. നമ്മൾ തിയറി ഒരു ഭാഗം, തിയറിനെക്കാട്ടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കുറേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യണം. പ്രത്യേകിച്ച് മാത്സിന് തീരെ വെയിറ്റേജ് കൊടുക്കുന്നത് ഭയങ്കര വലിയ തെറ്റാണ്. മാത്സിന് നല്ല വെയിറ്റേജ് കൊടുക്കണം. മാത്സാണ് മെയിൻ എഞ്ചിനീയറിംഗിൽ. പിന്നെ സത്യം പറഞ്ഞാൽ ഒരു ടെൻഷൻ ഇല്ലാണ്ട് പഠിക്കണം. ടെൻഷൻ ഉണ്ടെങ്കിൽ അവിടെ പോയി. അതാണ് ഇതുള്ളത്. ടെൻഷൻ ഇല്ലാണ്ട് ഫുൾ ഇതായിട്ട് ഡൗട്ടൊക്കെ വരികയാണെങ്കിൽ അപ്പോൾ തന്നെ ക്ലിയർ ചെയ്ത് പോയാൽ മതി. എല്ലാ എക്സാമും അറ്റൻഡ് ചെയ്യുക. ക്ലാസ്സുകൾ എല്ലാം അറ്റൻഡ് ചെയ്യുക. ഒരു ക്ലാസ് പോലും മിസ്സാക്കുക. ഒരു ക്ലാസ് മിസ്സായി നമ്മൾ അവിടെ ലാഗാവും. അതേപോലെ എക്സാംസും നമ്മൾ എല്ലാ എക്സാമും എഴുതുക. എക്സാം കഴിഞ്ഞിട്ട് ആൻസർക്ക് വെച്ചിട്ട് നമ്മുടെ ആൻസേഴ്സും ചെക്ക് ചെയ്ത് നോക്കാം. എന്നാലേ കാര്യമുള്ളൂ. എക്സാം എഴുതുന്നേ ഒരു കാര്യമുള്ളൂ. പിന്നെ 2025 നീറ്റ് എഴുതാൻ പോകുന്ന മെഡിക്കൽ കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ടെൻഷൻ ഫ്രീ ആയിട്ട് പഠിക്കുക. ഇവിടുത്തെ മെറ്റീരിയൽസ് എല്ലാം സോൾവ് ചെയ്യുക. ഇവിടുത്തെ മെറ്റീരിയൽസ് കൊള്ളത്തില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയരുത്. ആ ക്വസ്റ്റ്യൻസ് എല്ലാം സോൾവ് ചെയ്യുക. പിന്നെ NCERT നല്ല രീതിയിൽ ടെക്സ്റ്റൊക്കെ വായിക്കണം. അത് കവർ ചെയ്യണം. പിന്നെ ക്വസ്റ്റ്യൻസ് ചെയ്യുക. അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്ത് ഇവിടുത്തെ ഫെസിലിറ്റീസും കാര്യങ്ങളെല്ലാം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്താൽ ടെൻഷൻ ഇല്ലാതിരുന്നാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് നീറ്റ് ക്രാക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ 2025 മെഡിക്കലിനും എഞ്ചിനീയറിംഗിനും പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ സ്റ്റുഡൻസിനും ഞങ്ങളുടെ വക ഒരു ഓൾ ദ ബെസ്റ്റ്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.